ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്നിതാ നോമ്പ് ഒന്നിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോമ്പ് രണ്ടിന് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, സാധിച്ചില്ല. ഞാൻ വേറൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നിവിടെ നോമ്പ് 3 അപ്പം നാളെ ഇൻഷാ അല്ലാ നോമ്പ് 4 അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ നാളെ 3 അല്ലേ. ഇപ്പോൾ ഞാൻ ഇവിടെ ദുബായിൽ നാളെ നോമ്പ് 4 കേട്ടോ. നാട്ടിലൊക്കെ നല്ല ചൂടാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നല്ല തണുപ്പുമാണ്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ് നോമ്പിന്. ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന്. പിന്നെ ബാക്കിയുള്ള ഫസ്റ്റത്തെ ദിവസം ഇവിടെ ഫുഡൊക്കെ കിട്ടും. എന്നാലും നമ്മൾക്കൊരു ഞാനും കൂടി ഇപ്പോൾ ഇവിടെ ഉള്ള കാരണം ഇക്ക പറഞ്ഞ് നീയും കൂടി ഉള്ളതല്ല, അപ്പോൾ നമ്മൾക്ക് നമ്മളെ നാട്ടിലെ പോലെ നല്ലൊരു നോമ്പ് തുറ ആക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാ ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പത്തിരി ഉണ്ടാക്കുകയാണ്. പിന്നെ കറി മട്ടൻ കുറുമയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഞാനിതാ പത്തിരിയൊക്കെ ചൂട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കഴിയാറായിട്ടുണ്ടായിരുന്നു. 2 പാന് വെച്ചിട്ടാണ് പത്തിരി ചുട്ടെടുക്കുന്നത്. അതൊക്കെ പത്തിരിയൊക്കെ ചുടലൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുക, പിന്നെ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ലൈമ് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ്. അങ്ങനെ ഒരു നോമ്പ് തുറയാണ്. നല്ല പിന്നെ ഞങ്ങളിതായി പലഹാരം എണ്ണക്കടി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ നാട്ടിലാകുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല അതിനോട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇക്കാക്ക് ഇഷ്ടമില്ല, പിന്നെ അത് വേണ്ടാന്ന് വെച്ച്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ഇവിടെ കിട്ടും എന്നുള്ളത്. ഇവിടുന്ന് പാലസിൽ നിന്നും പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമിലും അങ്ങനെയൊക്കെ നമ്മൾക്ക് ഫുഡ് കിട്ടും കേട്ടോ. പിന്നെ പാലസിൽ നിന്നൊക്കെ കിട്ടുന്ന ഫുഡ് രാത്രിയാകും കൊണ്ടുവരാൻ. പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമിലുള്ള ചോറ് നമ്മൾക്ക് മജ്ബൂസാണ് കിട്ടാറ്. മജ്ബൂസ്, പിന്നെ ഈത്തപ്പഴം ഉണ്ടാവും, ഒരു മുസമ്പി ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, പിന്നെ ലബനപ്പ് ഈ മോരും വെള്ളം ഉണ്ടല്ലോ നമ്മളവിടെ നാട്ടിലൊക്കെ ഉള്ളത്, അതുപോലെ ഒരു ബോട്ടിലിൽ അതും ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കുള്ളത് അതങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ ഞങ്ങൾ പത്തിരിയും കറിയൊക്കെ നമ്മളെ നാട്ടിലെ പോലെ ഒരു നോമ്പ് തുറ അങ്ങനെ ആക്കിയതാണ്. പത്തിരിയും കറിയൊക്കെ ആക്കിയിട്ട്. പത്തിരി നമ്മൾക്ക് നോമ്പിന് സ്പെഷ്യലാണല്ലോ അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ. നോമ്പ് ചിലർ നോമ്പ് തീരോളം പത്തിരി തന്നെ ആകും അല്ലേ. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാകും, നോമ്പ് 30 ദിവസം പത്തിരി തന്നെയാണ്. അപ്പോൾ ഞാൻ പത്തിരി എളുപ്പത്തിൽ നല്ല നൈസായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പത്തിരിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എളുപ്പത്തിൽ നമ്മൾക്ക് പത്തിരി നല്ല പോലെ മാവൊക്കെ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കാനുള്ളൊരു റെസിപ്പിയാണത്. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ ലൈക്കിൻ്റെ അടുത്ത് തന്നെ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി കാണാം, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതാ ഞാൻ ഫ്രൂട്ട്സ് എല്ലതും കട്ട് ചെയ്ത്, ഫ്രൂട്ട്സ് ആപ്പിളും ഓറഞ്ചും തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ ഗ്രീൻ ആപ്പിളാണുള്ളത്, പിന്നെ കുക്കുംബറും ക്യാരറ്റും ആണുള്ളത്. അപ്പോൾ ക്യാരറ്റ് നിർബന്ധമാണ് കേട്ടോ. ക്യാരറ്റും കുക്കുംബറും ഇവിടെ നിർബന്ധമാണ്. അത് നോമ്പിന് എന്നല്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉച്ചക്കാണെങ്കിൽ ചോറ് മുമ്പ് നമ്മൾ സലാഡ് പോലെ ആക്കിയിട്ട് ഇത് രണ്ടും എന്തായാലും ഉണ്ടാകും. പിന്നെ ഇപ്പോൾ അതാ ഞാനത് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ഡിസൈനാക്കി ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് പ്ലേറ്റിൽ. കഴിക്കുമ്പോൾ പിന്നെ ഓരോ തലക്കുന്നെടുത്ത് വാരി കഴിക്കുമ്പോൾ അതൊക്കെ അങ്ങോട്ട് പോകും. നമ്മൾ വെക്കുമ്പോൾ പിന്നെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നങ്ങോട്ട് സെറ്റാക്കി അങ്ങനെ വെക്കുകയാണേ. നോമ്പ് വരണേ 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 എന്ന് പറഞ്ഞിട്ട് നോമ്പ് ഇതാ വന്നെത്തി. മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഇനി നമ്മൾക്ക് ഇബാദത്തും കാര്യങ്ങളും അതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്നവരാണ്. എന്നാലും നമ്മൾ റംസാൻ മാസത്തിൽ അല്ലേ ഒന്നുകൂടി എല്ലാവരും കൂടുതൽ ഇബാദത്തൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല കൂടുതൽ ഇബാദത്തിനായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഫുഡൊക്കെ അത്യാവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക, ബാക്കിയൊക്കെ നമ്മൾ ഇബാദത്ത് എടുക്കുക. ഈ ഒരു മാസം അത്രയും നല്ലൊരു പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണല്ലോ. അപ്പോൾ അതെല്ലാവരും കരുതുക. നമ്മൾ ഫുഡ് മാത്രമല്ല അത് ഇബാദത്തും കൂടി നമ്മൾ ഈ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക. കുറേ ഫുഡൊക്കെ നമ്മൾ പിന്നെ എന്താ ഈ എണ്ണയിലുള്ള പലഹാരങ്ങൾ തന്നെ ഒരു 2, 3, 4 തരമൊക്കെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും. ഇപ്പം പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം, എല്ലാവരും ഒന്ന് വീതമൊക്കെ തന്നെ ഉണ്ടാക്കണുണ്ടാവുള്ളൂ. എന്നാലും നമ്മൾക്ക് ആ ഒരു സംഭവം കൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഫുഡൊന്നും കഴിക്കാൻ തോന്നൂല അല്ലേ. ഈ എണ്ണയിൽ പൊരിച്ചെടുക്കണതൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ മക്കൾക്ക് എന്തായാലും നിർബന്ധമാണ് അല്ലേ. സമൂസ ഇല്ലാതെ എന്ത് നോമ്പ് തുറന്നാണ് മക്കൾ പറയാറ്. അപ്പോൾ അങ്ങനെ കുട്ടികളുള്ള വീട്ടിലൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മാത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളോട് പറയാനും, നമ്മളെ വയറിന് ഈ നോമ്പ് തുറന്ന പാട് വയറിനും നല്ലതല്ലല്ലോ ഇതൊന്നും ഇങ്ങനെ കഴിക്കുന്നത്.
എണ്ണയിൽ വറുത്തതൊന്നും. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക, പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. പുറത്തുനിന്നൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഒന്നും ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പുതിയ എണ്ണയിലൊക്കെ ആകുമ്പോൾ പൊരിച്ചെടുക്കുന്നുണ്ടാകുക. കുറേ ദിവസങ്ങൾ കഴിയുന്തോറും ചിലപ്പോൾ എണ്ണ അങ്ങനെ പഴകി വരുന്നതൊക്കെ ആവും. അപ്പോൾ അതും നമുക്ക് വയറിനൊക്കെ ദോഷം ചെയ്യും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാനില്ലേ ഏത് ഇതിലും നോമ്പ് തുറക്കുകയാണെങ്കിൽ വത്തക്ക ഇല്ലാതെ ഒരു നോമ്പ് തുറ ഉണ്ടാവാറില്ല കേട്ടോ. വത്തക്ക എനിക്ക് നിർബന്ധമായിരുന്നു, വത്തക്ക എന്തായാലും വേണമെന്ന്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ വത്തക്ക വാങ്ങിയിട്ടില്ല. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് മാത്രമാണ് വത്തക്ക വാങ്ങാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വത്തക്ക മറ്റേത് നമുക്ക് നാട്ടിലൊക്കെ ആകുമ്പോൾ വത്തക്ക നിർബന്ധമായിരുന്നു കേട്ടോ. അതൊരു കഷ്ണം ഇല്ലാതെ നോമ്പ്, ഇപ്പോൾ മക്കൾ സമൂസ ഇല്ലാതെ എന്ത് നോമ്പ് തുറാന്ന് നമ്മളെ മക്കൾ പറയുന്നില്ലേ, അതുപോലെ തന്നെ വത്തക്ക ഇല്ലാതെ എന്ത് നോമ്പ് തുറാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു തവണ ഞങ്ങൾക്ക് വത്തക്ക ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ തണുപ്പ് കാരണം. ഇപ്പോൾ ഇതാ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതാ വിംടോ ആണ് കലക്കിയെടുക്കുന്നത്. ആദ്യം വെള്ളത്തിൽ ഒരു പഞ്ചസാര ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ ഒരു 3 സ്പൂണ് വിംടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിംടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഉണ്ടായി, ഇത് നല്ലൊരു ടേസ്റ്റാണ്. പാലൊഴിച്ചിട്ടാണ് എനിക്ക് കൂടുതലും കഴിക്കാൻ ഇഷ്ടം. പാലൊഴിച്ചാലും അല്ലെങ്കിൽ കഴിക്കും ഒരു ഇത് ചുമൻ്റെ ഒക്കെ ഒരു മരുന്നില്ലേ ടോണിക്ക്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. പാലൊഴിച്ചാൽ അത് ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു വിംടോ. അപ്പോഴേക്കും ഏകദേശം ബാങ്കൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. ഇക്കൊക്കെ ഷോപ്പിൽ നിന്ന് വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എല്ലതും വേഗം തന്നെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഈത്തപ്പഴം ജ്യൂസാണ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വിംടോ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതാ നോമ്പ് ഒന്നിനുള്ള എല്ലാ ഫുഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് നോമ്പിനുള്ളത് പിന്നെ പത്തിരിയാണ്. പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഈത്തപ്പഴം ഈത്തപ്പഴം പിന്നെ അച്ചാറ് എന്നാണ് പറയുന്നത്. നോമ്പ് തലേ കയറി ഈത്തപ്പഴം ജ്യൂസ് അടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ മട്ടൻ കുറുമ, മാഷാഅല്ലാഹ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതാണേ. മട്ടൻ കുറുമ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഈത്തപ്പഴം 4 പേരുണ്ടെന്ന്, ജാഫറും കൂടി ഉണ്ട് നോമ്പ് തുറക്കാനേ. പിന്നെ ഞങ്ങൾ 3 ആളും, ഞാനും ഒക്കെ അംസയും, ഞങ്ങൾ 3 പേരും ജാഫറും 4 ആളും. അപ്പോൾ 4 ഈത്തപ്പഴം അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതാ ഫ്രൂട്ട്സ്, പിന്നെ മുസമ്പി, പിന്നെ ഗ്രീൻ ആപ്പിള്, ആപ്പിള്, പിന്നെ എന്താണ് കുക്കുംബർ, പിന്നെ ക്യാരറ്റ്, ഇത്രയുണ്ടോ. പിന്നെ ഇതാ ലൈമ്, വെള്ളം, വിംടോ വെള്ളം ഉണ്ടാക്കിയാണ്, അങ്ങനെ വെള്ളം കലക്കിയതാണ് വിംടോ കൊണ്ട്. വിംടോ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ് വിംടോ. അപ്പോൾ അതാണ്. പിന്നെ ഇതൊന്നുമില്ല, എന്താ എണ്ണയിൽ വറുത്ത പൊരിക്കടി ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. അപ്പം അത് ഞങ്ങൾ ഒഴിവാക്കിയിരിക്കണേ. പിന്നെ ഇന്നിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ പാലസിൽ നിന്നൊക്കെ കിട്ടണുണ്ടാവും. അപ്പം അതൊക്കെ ഇനി കൊണ്ടുവരണമെങ്കിൽ അതും കൂടി ഞാനിതിൽ കാണിച്ചു തരാം. അപ്പം എണ്ണക്കടി ഒന്നും വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ എല്ലാവരും ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇനിയിപ്പോൾ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ അങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു 1-2 ദിവസം മാത്രം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ പിന്നെ ഇക്കാക്കൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ച്. പിന്നെ നോമ്പ് തുറക്കാൻ ഇക്ക എല്ലാവരും വരും. അപ്പോൾ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതിനിതാ ഇക്ക ഷോപ്പിൽ നിന്നൊക്കെ എത്തി ഡ്രസ്സൊക്കെ മാറി ഇതാ നോമ്പ് തുറക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതിന് അംസയും ജാഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഇങ്ങനെ പറയുമായിരുന്നു, ഇത് നമുക്ക് ഇവിടെ വെച്ച് കഴിക്കേണ്ട, 4 പേരില്ലേ, നമുക്ക് അവിടെ ഹാളിൽ കൊണ്ടുവെക്കുക എന്നുള്ളതിൽ. അപ്പം എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഹാളിൽ വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവിടെയൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതാ അംസയും ജാഫറൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ ഇട്ടാ നമുക്ക് 3 പേർക്കുള്ള 3 ചോറുണ്ട്. പിന്നെ അതിലൊന്ന് അലീസാണ് ഉള്ളത്, പിന്നെ ലെമനപ്പ്, പിന്നെ അതാ റമദാൻ മുബാറക്ക് പറഞ്ഞിട്ട് പിന്നെ ഈത്തപ്പഴം ഉണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾക്ക് ഇതൊക്കെ കിട്ടലുണ്ട് കേട്ടോ, ഫുഡൊക്കെ വേറെ രാത്രിയിലൊക്കെ ഫുഡ് ഇങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ ഇതെന്താ പറയുക, കീമാത്ത് ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു സ്വീറ്റ്സാണ് കേട്ടോ കീമാത്ത്. നല്ല ടേസ്റ്റാണത്, അത് ഞാൻ കഴിക്കാറുണ്ട്, അതെനിക്കിഷ്ടമാണ്, അത് കഴിക്കും.
ഇപ്പൊ ദാ 3 ആളെ ചോറും അങ്ങനെ ചോറ് പിന്നെ ഞങ്ങള് അത്താഴത്തിനാണ് പിന്നെ ആ ചോറ് മജ്ബൂസാണ് ചിക്കൻ മജ്ബൂസാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചോറ്. പിന്നെ ഈ ചെറിയ ബോട്ടിലുള്ളത് അലീസാണ്. അലീസ കഴിക്കാൻ ഇപ്പൊ ഞാനിപ്പോൾ കൂടുതലും അത്താഴത്തിന് അങ്ങനെ അലീസ മാത്രമാണ് കഴിക്കാറ്. അത് നല്ലതാണ് നമ്മളെ വയറിന് തന്നെ നമ്മൾക്കൊരു എന്താണ് കേട്ടോ ഈ അലീസ മാത്രം കഴിച്ചാൽ ഗോതമ്പും പിന്നെ ചിക്കന് അതുപോലെ ബീഫ് മട്ടനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അലീസ. ഇപ്പോൾ ഇതാ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കൽ തുടങ്ങി ഇവിടെ മാഷാ അല്ലാ. അപ്പോൾ 1ാമത്തെ നോമ്പാണ് ഇപ്പോൾ ഈ തുറക്കുന്നത്. അപ്പോൾ ഒരു നോമ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ 3 നോമ്പ് കഴിഞ്ഞ് ഇപ്പോൾ 4ാമത്തെ നോമ്പാണ്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. പിന്നെ നോമ്പ് തുറക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും നിസ്കരിക്കാൻ നിന്ന്. പിന്നെ നിസ്കാരം കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് കേട്ടോ ഈ ചായയൊക്കെ കുടിക്കുന്നത്. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എക്യാംസൊക്കെ അങ്ങനെ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.